താനിപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് പ്രോഗ്രാം എടുത്തണ്ടേ? മേഡം അങ്ങനെ പറയില്ല മേഡം. ഞാൻ 80 രൂപയുടെ ഒരു ലാഭത്തിന് വേണ്ടിയാണ് ഞാൻ ചുറ്റി വന്നത്. പക്ഷെ ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല മേഡം. വേറെ ഒരു വഴിയും കണ്ടില്ലേ വരാൻ വേണ്ടി? ഞങ്ങൾക്ക് സമയത്തോടെ 10 മിനിറ്റ് മേഡം എങ്ങനെയെങ്കിലും ചെയ്തോളാം മേഡം. പ്ലീസ് പ്ലീസ്. എക്സ്ക്യൂസ് മീ. ഇയാൾ എക്സ്ക്യൂസ് ഉണ്ടാക്കണ്ട. ഇയാൾ പോ. ഇയാൾ എന്റെ വണ്ടി പിടിക്കാൻ വേണ്ട. എന്റെ വണ്ടി ഒന്ന് ആൾക്കാർ സംസാരിക്കാൻ വേണ്ട. എക്സ്ക്യൂസ് മീ, Yes. നിങ്ങൾ എവിടെ പോകുന്നു? ഞങ്ങൾ സുമംഗലി ഓഡിറ്റോറിയത്തിലേക്ക് പോവാ. ആണോ? ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞാനൊരു ഗായകനാണ്. സുമംഗലി ഓഡിറ്റോറിയത്തിൽ ഇന്ന് എന്റെ കരയൊക്കെ ഗാനമേളയുണ്ട്. എന്നാ പിന്നെ വേറെ ആരും അങ്ങോട്ട് പോകാതിരിക്കണമല്ലോ. ഇത് സുമംഗലി ഓഡിറ്റോറിയം വിധവാ ഓഡിറ്റോറിയം ആവും. എന്റെ പാട്ടല്ലേ? ഒരു ലിഫ്റ്റ് തരാമെങ്കിൽ ഞാൻ സഹായിക്കാം. സോറി, ഞങ്ങൾ 2 ലേഡീസ് അല്ലേ ഉള്ളൂ. അപ്പൊ ചേട്ടനെ കൂടി എങ്ങനെയാണ് ഒരു കലാകാരനല്ലേ കുട്ടി, ഞാൻ ഇവരെയൊക്കെ വിളിച്ച് സഹായിച്ച് വണ്ടി തള്ളിക്കാം. ഓക്കെ ഇവരെല്ലാരും താങ്ക് യു താങ്ക് യു. എന്നതാണാവേ നമ്മുടെ നാട്ടിൽ വന്ന് നോക്കി നിൽക്കാതെ ഒരു കൈ വേടേ. ആവശ്യത്തിന് കൈ ഉണ്ടല്ലോ. വണ്ടിയുടെ പുറത്ത് വെച്ച് തള്ളടാത്. നല്ല വണ്ടി Excuse me. നിങ്ങൾ ഞങ്ങളെയാണോ തള്ളുന്നേ, വണ്ടിയാണോ തള്ളുന്നേ? നിങ്ങളെ തള്ളിക്കഴിഞ്ഞാൽ കാർ തള്ളിയ പോലെ ആയില്ലോ. വണ്ടി ഒന്ന് തള്ളി തള്ളി ഞങ്ങൾക്ക് പോണം. മാറണം പറ്റൂല. കൈ വേ കൈ വേ സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ നീങ്ങണ്ടേ വണ്ടി? നടക്കില്ല. അയാളെ കൊണ്ട് പറ്റില്ല, പിന്നെ നമ്മളെ കൊണ്ട് പറ്റുമോ? സംഭവം പൊളിഞ്ഞു കേട്ടോ. നടപ്പുള്ള കാര്യമല്ല. എന്ത് ചെയ്യാനാ? പരിപാടി കഴിഞ്ഞോ? അങ്ങനെ അല്ല മൊത്തം ചെളിയായിരിക്കണം. പരിപാടി കഴിഞ്ഞാൽ ചെളി പറ്റാനുള്ളതാണോ? ആ ചെളി നേരത്തെ പറ്റിയെന്നുള്ളൂ. ആ സൈഡിൽ പിടിച്ച് അവിടെ മുഴുവൻ ചെളിയായിരുന്നു. പറ്റത്തില്ല കേട്ടോ. ഇവിടെ വർക്ക്ഷോപ്പ് ഒന്നും ഇല്ലല്ലോ. സംഭവം നടക്കത്തില്ല. ഒരാള് വിചാരിച്ച കാര്യം നടക്കും. പിന്നെ ഇവിടെ ഇത്രയും പേര് വിചാരിച്ചിട്ട് നടന്നില്ല. പിന്നെ ഒരാള് അതുപോലത്തെ ആളല്ല. ആര്? ദാമോദരൻ. നിങ്ങൾ ചുമ്മാരിയാണെങ്കിൽ അങ്ങനെ എന്തോ ഭ്രാന്ത് കാണിക്കാനേ? എടാ നമ്മളെ ദാമോദരൻ. കൊണ്ടൊന്നും പറ്റത്തില്ല. നിങ്ങൾ ഇത്രയും നേരം മുമ്പ് ഭയങ്കര സൈക്കിൾ സർക്കസ് നടന്ന ആളാ. നിനക്ക് അറിയാത്തോണ്ടാ? ഞാൻ എന്റെ പുത്രിക്കണ്ട മൈതാനത്ത് 10,000-15,000 ജനങ്ങൾ അങ്ങനെ നിറഞ്ഞു നിന്നപ്പോ നമ്മൾ തമകി ലോറി മുടി വെച്ച് കെട്ടി വലിച്ച് നീട്ടി കാണികളുടെ കൈയടി വാങ്ങിച്ചോനെ നമ്മൾ ദാമോദരൻ. തേക്കങ്ങാട് മൈതാനത്ത് ഒരു ആനെ തേക്കും കൂടെ സ്വന്തം മുടിയെ കെട്ടി വലിച്ച ആളാണ് ഈ നിൽക്കുന്ന ദാമോദരൻ. ട്രെയിൻ വരെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അതെ,